ഹായ്, എസ് എൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണ് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ മിക്കവരും നല്ല റിലേഷൻഷിപ്പിലുള്ള എല്ലാ ആളുകളുടെ ആഗ്രഹമാണ് ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് ഞാൻ എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കണം, ബാക്കിയുള്ളവർക്ക് നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്നെ കുറച്ച് സ്പെഷ്യലായിട്ട് കാണുന്ന ഒരാളായിരിക്കണം എൻ്റെ പേഴ്സൺ എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് അറ്റൻഷൻ എന്നുള്ളതാണ്. ഓവർ അറ്റൻഷൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ചെറിയ രീതിയിൽ ഒരു അറ്റൻഷൻ കൊടുക്കുക. അതായത് ഇപ്പൊ അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം, എനിക്ക് ഇന്ന സമയത്ത് തിരക്കായിരിക്കും, സോ അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളത് ഓർത്ത് വെച്ചിട്ട് ആ ഒരു സമയത്ത് പറയാം, ഓക്കെ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ, ഈ സമയത്ത് തിരക്കായിരിക്കും, എന്നോട് പറഞ്ഞിരുന്നു, ഓക്കെ ഞാൻ ഓർക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുന്നു, അവർക്കൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് വരും. ഇനിയിപ്പൊ അങ്ങനെ അല്ലാതെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അവര് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവരുടെ ഇഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെച്ച് അവർക്ക് ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഓഫ്കോഴ്സ് നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് വരും. അപ്പോൾ ഇത്തരത്തിൽ ഓവർ അറ്റൻഷൻ കൊടുക്കണ്ട, ഓവറായിട്ട് കെയർ ചെയ്യാം അങ്ങനെയൊന്നും വേണ്ട. ചെറിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ നിങ്ങൾ അവർക്ക് എപ്പോഴും കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് മിസ്റ്റീരിയസ് ആയിരിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണ്ട എന്ന് പറയുന്ന അതേപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് പിന്നീട് പറയാം എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യാം. അതായത് ഇപ്പൊ നിങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനത് കുറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ വീണ്ടും അത് വിശദീകരിച്ച് പറയുന്നില്ല. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് എല്ലാം അറിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നമ്മളെക്കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. സോ ക്യൂരിയോസിറ്റി റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് മിസ്റ്റീരിയസ് ആയിരിക്കാം. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ അവരോട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാനത് പിന്നെ പറയാട്ടോ ഈ ഒരു രീതിയിൽ ആക്കി വെക്കുക. അങ്ങനെ ആവുമ്പോൾ പിന്നെ പറയാം എന്ന് പറയുമ്പോൾ എന്താണ് ആ കാര്യം എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടായിരിക്കും. സോ ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അവർ നമ്മളിലേക്ക് അഡിക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് അഡിക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഫോളോ ചെയ്യുക. ഇപ്പൊ അവരൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സീൻ ചെയ്ത് റിപ്ലൈ കൊടുക്കുക, അങ്ങനെയൊന്നും വേണ്ട. കുറച്ചൊക്കെ ഒന്ന് ലേറ്റ് ആയിട്ട് സീൻ ചെയ്യുക, റിപ്ലൈ കൊടുക്കുക, ഇങ്ങനെ മതി. ഇത് എപ്പോഴും ചെയ്യണം എന്നല്ല, ഇടയ്ക്ക് നിങ്ങളിത് ഫോളോ ചെയ്യുക. അതായത് അല്ലാത്ത സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ മെസ്സേജ് അയക്കുമ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ നോക്കി റിപ്ലൈ കൊടുക്കാം. പക്ഷേ ചില സമയങ്ങളിലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. പെട്ടെന്ന് നോക്കി റിപ്ലൈ കൊടുക്കാണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അവർ നമ്മളെ മിസ് ചെയ്യുക. അതേപോലെ തന്നെ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കണ്ട എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ ഒന്ന് മിസ്റ്റീരിയസ് ആയിരിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യുണീക്ക് വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയുള്ളവരെ പോലെ എന്ന് പറയുന്നതിൽ കാര്യമില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം. ഇപ്പോൾ അവരുടെ മുൻ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരിക്കും, അതുപോലെ എന്ന് പറയുന്നതിന് പകരമായിട്ട് അവളേക്കാൾ നീ ബെറ്റർ ആണ് എന്നുള്ള രീതിയിലാക്കി തീർക്കണം. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന്റെ സ്പെഷ്യൽ പേഴ്സണായി മാറാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നത്തെ ബോയ് ഫ്രണ്ട് പോലെയല്ല, കുറച്ചൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ അതിനേക്കാൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. അതായത് ബാക്കിയുള്ള ആളുകളിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളുടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം, എപ്പോഴും ഭയങ്കര കൂൾ മൈൻഡ് ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, എൻ്റെ തലയ്ക്ക് ചുറ്റും 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്, ഇതിലെങ്ങനെയാണ് ഞാൻ അത്രയും കൂളായിട്ട് ഇരിക്കുക എന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഓരോ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ എന്താണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവര് നിങ്ങളെ സ്പെഷ്യലായിട്ട് കാണണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയേ പറ്റൂ. നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ടാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും നിങ്ങൾ സ്പെഷ്യൽ പേഴ്സൺ ആയിട്ട് തോന്നില്ല. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കുറച്ചൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക. ഇപ്പൊ ഡ്രസ്സിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേരുന്ന രീതിയിൽ ഭയങ്കര മോഡേൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഒരു നാടനായിരിക്കണം, അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള വസ്ത്രധാരണം, അത്രയേ ഉള്ളൂ. അത് എന്താണെന്നുണ്ടെങ്കിലും ആ രീതിയിൽ നിങ്ങൾ ധരിക്കാം. അതേപോലെ തന്നെ കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ കുറച്ച് ഹ്യൂമർ സെൻസ് നല്ലതാണ്. ഹ്യൂമറൊക്കെ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആണ്. എപ്പോഴും തമാശ പറഞ്ഞിരിക്കുക എന്നല്ല, ചെറിയ രീതിയിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ചെറിയ തമാശകളൊക്കെ പറയുന്നത്, കുട്ടി തമാശകളൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇതൊക്കെ അവരിലേക്ക് നിങ്ങളെ കുറച്ചുകൂടി അടുപ്പിക്കുന്ന, കുറച്ചുകൂടി നിങ്ങളെ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ഇമോഷണൽ സ്പേസ് ആണ്. അതായത്
ഇപ്പം അവർക്ക് വേണ്ടത് ഭയങ്കര കാമായിട്ടുള്ള രീതിയിലുള്ള ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ഒരു കാമായ ഭയങ്കര കൂളായിരിക്കുന്ന ഒരാളുടെ പ്രസൻസ് ആണ്. അതായത് ആ ഒരാൾ ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരും കുറച്ച് ഓക്കെ ആവും. അപ്പം ആ രീതിയിലായിരിക്കണം നിങ്ങൾ. അവർ വിഷമം വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സമാധാനിപ്പിക്കാൻ പറ്റണം. അതിനിപ്പോൾ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തേ പറ്റൂ അങ്ങനെയൊന്നുമില്ല. പക്ഷേ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു പുരുഷനാണ് നിങ്ങളോട് വന്നിട്ട് അവരുടെ വിഷമം പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്നുള്ളതായിരിക്കും. ഓഫ്കോഴ്സ് പുരുഷന്മാർ പൊതുവെ അവരുടെ വിഷമങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യാറില്ല. അഥവാ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളോടായിരിക്കും. സോ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അങ്ങനെയാണ് അവർ കാണുന്നത് എന്നുള്ളത്. മീൻസ് നിങ്ങൾ സ്പെഷ്യൽ പേഴ്സണായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ അവരതിനുള്ള സൊല്യൂഷനും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നേരെ മറിച്ച് ഒരു സ്ത്രീയാണ് നിങ്ങളോട് വന്ന് പറയുന്നുണ്ടെങ്കിൽ ഉള്ളിലെ വിഷമം എങ്ങനെയും ഒന്ന് പറഞ്ഞു തീർക്കുക എന്നൊരു ചിന്തയായിരിക്കും ഉണ്ടാവുക. അതായത് സ്ത്രീകൾക്ക് പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ്, സ്വഭാവം എന്നല്ല, അവർ അങ്ങനെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയും വിഷമം തീരും, അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അതിനുള്ള സൊല്യൂഷൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല, പക്ഷെ ഒന്ന് പറഞ്ഞു തീർക്കണം, അങ്ങനെയാണ് വിചാരിക്കാറുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പുരുഷനാണ് വന്ന് പറയുന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ആഗ്രഹിക്കുന്നുണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ പറ്റുവാണെങ്കിൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പം എന്തായാലും അവരങ്ങനെ വന്ന് തുറന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കാമായ രീതിയിൽ വേണം അവരോട് ബിഹേവ് ചെയ്യാനായിട്ട്. എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആയിരിക്കണം നിങ്ങളുടെ അടുത്ത്. അവർ വന്നിട്ട് അവരുടെ അവരുടെ ഇമോഷണലി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയുമ്പോൾ നിങ്ങൾ അവരോട് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിൽ വയ്ക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് സർപ്രൈസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡേയ്സ് വരുന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ ഡേയ്സ് വരുന്നുണ്ടെങ്കിൽ, ബർത്ത്ഡേ ആണെങ്കിലോ അതല്ലെങ്കിൽ ഇപ്പോൾ വാലന്റൈൻസ് ഡേ ആണെങ്കിലോ, അങ്ങനെ എന്തൊരു ദിവസമാണെന്നുണ്ടെങ്കിലും അവർക്കൊരു സ്പെഷ്യൽ ഡേ ആണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സർപ്രൈസ് കൊടുത്ത് ആ ഒരു ഡേ നിങ്ങൾ സ്വീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ കൊടുത്താൽ മതി. വലിയ 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 സാധനങ്ങൾ വേണമെന്നൊന്നും ആരും പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സർപ്രൈസുകൾ കൊടുത്താലും മതി. പക്ഷേ ആ ദിവസങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, നിങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ട് എന്നൊരു ചിന്ത ആ ഒരു പേഴ്സണ് വരണം. ആ രീതിയിൽ വേണം നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും സർപ്രൈസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സർപ്രൈസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഒരാളുടെ മനസ്സിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു നല്ല വഴി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ, സർപ്രൈസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഗിഫ്റ്റ് എന്ന് പറയുന്നില്ല, സർപ്രൈസുകളാണ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളായിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓഫ്കോഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇതുകൂടെ ആകുമ്പോഴത്തേക്കും അവർ ഓക്കെ ആവും, ഈ ആള് കുറച്ച് സ്പെഷ്യൽ ആണ് എന്നുള്ളത് അവർ ചിന്തിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ അവരെ സന്തോഷിപ്പിക്കേണ്ടത്. അവർ സന്തോഷിക്കുവാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു സന്തോഷത്തിന്റെ റീസൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവർക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കണം, നിങ്ങൾ വേണം എന്നൊരു ചിന്തയൊക്കെ വരും. ഇപ്പം നിങ്ങളൊരു ലേഡി ആണെന്നുണ്ടെങ്കിൽ ഒരു ഫെമിനിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് നല്ല ഹെയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് വെക്കുക, അതേപോലെ തന്നെ ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ പുഞ്ചിരി എപ്പോഴും ഫേസിൽ വയ്ക്കുക. ഇതൊക്കെ ഒരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് നല്ല ഭംഗി തോന്നിപ്പിക്കുന്ന, ഒരു അട്രാക്ഷൻ തോന്നിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ ചെറിയ സ്മൈൽ എപ്പോഴും ഉള്ളതും, അതേപോലെ ഹെയർ ഒക്കെ എന്തെങ്കിലും അത് നല്ല ഭംഗിയിലൊക്കെ ഒതുക്കി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുങ്ങുന്നതൊക്കെ എപ്പോഴും നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ, ഡ്രസ്സൊക്കെ നല്ല നീറ്റായിരിക്കാം, അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കണ്ണിൽ നോക്കിയിട്ട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. അവരോട് സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടി അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസവും ഇഷ്ടവും ഒക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മൾ പരസ്പരം അറിയാതെ തന്നെ പരസ്പരം ഉള്ളിലേക്ക്, അതായത് അവരുടെ ഉള്ളിലേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് അവർക്കും വരാൻ പറ്റും. അതായത് ഒരു കണക്ഷൻ അവിടെ ഉണ്ടായി വരും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കാനും മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഉറപ്പായിട്ടും അവരുടെ സ്പെഷ്യൽ പേഴ്സണായി മാറാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാളുടെ സ്പെഷ്യൽ പേഴ്സൺ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ പറ്റും. പക്ഷേ വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മളുടെ ലക്ഷ്യം, നമ്മളുടെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്